നമസ്കാരം സുഹൃത്തുക്കളെ, ചാണക്യലോകം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിത വിജയത്തിനായുള്ള പോരാട്ടത്തിൽ ചാണക്യതന്ത്രങ്ങൾ എങ്ങനെ ആയുധമാക്കാം എന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു. ഈ പ്രപഞ്ചം നിഗൂഢതകളാൽ നിറഞ്ഞതാണ്. പെയ്യുന്ന ഓരോ തുള്ളി മഴയിലും വിരിയുന്ന ഓരോ പൂവിലും പ്രകൃതി ഒരുക്കുന്ന മഹാത്ഭുതങ്ങളുണ്ട്. എന്നാൽ ഈ പ്രകൃതിയുടെ താളത്തിനൊപ്പം സ്രഷ്ടാവായ ദൈവത്തിന്റെ അദൃശ്യമായ കൈകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്? ലോകം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞൻ ആചാര്യ ചാണക്യൻ ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ തോറ്റുപോയെന്ന് വിചാരിക്കുന്നിടത്ത് ജയിക്കാനുള്ള ചാണക്യതന്ത്രങ്ങൾ പ്രകൃതിയിൽ എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്? മനുഷ്യന്റെ ബുദ്ധിയും പ്രകൃതിയുടെ നിയമങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹവും ഒന്നിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് പൂർണ്ണമായ വിജയം കൈവരിക്കാൻ കഴിയൂ എന്ന് ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നു. ഈ സത്യങ്ങൾ തേടിയുള്ള യാത്രയിലേക്ക് നമുക്ക് ഇന്ന് ഒരുമിച്ച് നീങ്ങാം. പുരാതനമായ അറിവുകളെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധിപ്പിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ അറിവുകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. വാക്കുകൾ കൊണ്ട് അത്ഭുതം തീർത്ത ആചാര്യന്റെ ലോകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ചാണക്യന്റെ ജീവിത വീക്ഷണത്തിൽ ദൈവികത എന്നത് ആചാരങ്ങളിൽ മാത്രം ഒതുങ്ങിനിൽക്കുന്ന ഒന്നായിരുന്നില്ല, മറിച്ച് അത് പ്രകൃതിയുടെ നിയമങ്ങളുമായും മനുഷ്യന്റെ കർമ്മങ്ങളുമായും ആഴത്തിൽ ബന്ധിക്കപ്പെട്ട ഒന്നായിരുന്നു. ദൈവം നിങ്ങളുടെ ചിന്തകളിലാണ് ചാണക്യന്റെ ദർശനം. ദൈവം ശിലയിലോ മരത്തിലോ മണ്ണിലോ അല്ല ഇരിക്കുന്നത്, അത് നിങ്ങളുടെ ചിന്തകളിലാണ് എന്ന ആചാര്യ ചാണക്യന്റെ പ്രസിദ്ധമായ വചനം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൈവിക പാഠമാണ്. ചാണക്യന്റെ ജീവിതം പരിശോധിച്ചാൽ അദ്ദേഹം കേവലം ഭാഗ്യത്തിലോ വിധിയിലോ വിശ്വസിച്ച് ഇരുന്നിരുന്ന ഒരാളായിരുന്നില്ല എന്ന് കാണാൻ കഴിയും. പകരം ഓരോ മനുഷ്യനിലും അന്തർലീനമായിരിക്കുന്ന ദൈവിക ചൈതന്യത്തെയും ബുദ്ധിശക്തിയെയും തിരിച്ചറിയാനാണ് അദ്ദേഹം പഠിപ്പിച്ചത്. ദൈവികതയും ചാണക്യന്റെ ജീവിതവും തമ്മിലുള്ള ഈ ബന്ധത്തെ നമുക്കിങ്ങനെ ചുരുളഴിക്കാം. ആത്മവിശ്വാസമാണ് യഥാർത്ഥ ആരാധന. ഒരാൾക്ക് തന്നെ വിശ്വാസമില്ലെങ്കിൽ അയാൾക്ക് ദൈവത്തെയും വിശ്വസിക്കാൻ കഴിയില്ലെന്ന് ചാണക്യൻ കരുതിയിരുന്നു. പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ വരം നമ്മുടെ ബുദ്ധിയാണ്. ആ ബുദ്ധിയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിന് തുല്യമാണ്. ചിന്തകളുടെ ശുദ്ധി. നാം എന്തു ചിന്തിക്കുന്നുവോ അതുതന്നെയായി മാറുന്നു എന്ന് ചാണക്യൻ തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. പ്രതിസന്ധികളിൽ തളരാതെ തന്റെ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അദ്ദേഹത്തിന്റെ ചിന്തകളുടെ കരുത്തായിരുന്നു. ഈ ശുദ്ധമായ ചിന്തകളാണ് മനുഷ്യനിലെ ദൈവികതയെ ഉണർത്തുന്നത്. കർമ്മവും ഈശ്വരനും കൈകെട്ടിയിരുന്ന് ദൈവത്തെ വിളിക്കുന്നവനെയല്ല, മറിച്ച് തന്റെ കർമ്മം കൃത്യമായി ചെയ്യുന്നവനെയാണ് ഈശ്വരനും പ്രകൃതിയും സഹായിക്കുന്നത്. വിത്ത് പാകുക എന്നത് നമ്മുടെ കടമയാണ്, അതിൽ ജീവൻ നൽകുന്നത് പ്രകൃതിയുടെയും ദൈവത്തിന്റെയും നിയമങ്ങളാണ്. ചുരുക്കത്തിൽ ചാണക്യനെ സംബന്ധിച്ചിടത്തോളം ദൈവികത എന്നത് ഭയമല്ല, മറിച്ച് ഉത്തരവാദിത്തമാണ്. തന്റെ പ്രജകളെയും ശിഷ്യനായ ചന്ദ്രഗുപ്തനെയും അദ്ദേഹം നയിച്ചത് ഈ വലിയ സത്യം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലും വിജയം നേടണമെങ്കിൽ ആ ദിവ്യരഹസ്യം നാം തിരിച്ചറിയണം. ദൈവം പുറത്തല്ല, നമ്മുടെ ഓരോ ശ്വാസത്തിലും ചിന്തയിലുമാണ്. 2. പ്രകൃതി നിയമങ്ങളും അച്ചടക്കവും. ആചാര്യന്റെ ജീവിതപാഠം. പ്രകൃതിയുടെ മാറ്റമില്ലാത്ത നിയമങ്ങളെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ മഹാനായിരുന്നു ആചാര്യ ചാണക്യൻ. സൂര്യൻ കൃത്യസമയത്തുദിക്കുന്നതും ഋതുക്കൾ തെറ്റാതെ കടന്നുപോകുന്നതും പ്രകൃതിയുടെ അച്ചടക്കമാണ്. ഈ പ്രകൃതി സത്യത്തെ മനുഷ്യജീവിതത്തിലെ വിജയതന്ത്രങ്ങളുമായി അദ്ദേഹം കോർത്തിണക്കി. അച്ചടക്കം വിജയത്തിന്റെ ആണിക്കല്ല്. പ്രകൃതിക്ക് നിയമങ്ങളില്ലെങ്കിൽ ഈ പ്രപഞ്ചം തകിടം മറിയും. അതുപോലെ ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യന് അച്ചടക്കമില്ലെങ്കിൽ വിജയം അസാധ്യമാണെന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ദിനചര്യകളും ഭരണതന്ത്രങ്ങളും അച്ചടക്കത്തിന്റെ മകുടോദാഹരണങ്ങളായിരുന്നു. സമയത്തിന്റെ വില. പ്രകൃതി ഒന്നിനും വേണ്ടി കാത്തുനിൽക്കാറില്ല. സമയമൊരിക്കൽ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചുവരില്ലെന്ന വലിയ സത്യം ചാണക്യൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ഓരോ നിമിഷവും കൃത്യമായി വിനിയോഗിക്കുന്നവനെ മാത്രമേ ഭാഗ്യവും ദൈവവും തുണയ്ക്കൂ എന്ന് അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. മാറ്റങ്ങളെ ഉൾക്കൊള്ളുക. പ്രകൃതി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. വേനലിന് ശേഷം മഴയും രാത്രിക്ക് ശേഷം പകലും വരുന്നത് പ്രകൃതിയുടെ നിയമമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളെയും പരാജയങ്ങളെയും ഒരു രാത്രി പോലെ കാണാനും പ്രഭാതത്തിനായി തയ്യാറെടുക്കാനും ചാണക്യൻ പഠിപ്പിച്ചു. തന്റെ അപമാനത്തിനു പകരം ചോദിക്കാൻ അദ്ദേഹം വർഷങ്ങളോളം ക്ഷമയോടെ കാത്തിരുന്നത് ഈ പ്രകൃതി നിയമം മനസ്സിലാക്കിയതുകൊണ്ടാണ്. ദൈവികമായ അച്ചടക്കം. ചാണക്യനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരവിശ്വാസം എന്നത് വെറുമൊരു പ്രാർത്ഥനയല്ല, മറിച്ച് പ്രകൃതി കൽപ്പിച്ച ധർമ്മം, ഡ്യൂട്ടി കൃത്യമായി പാലിക്കലാണ്. തന്റെ കർത്തവ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാത്തവന് പ്രകൃതിയും ദൈവവും വിജയത്തിലേക്കുള്ള വഴി ഒരുക്കിക്കൊടുക്കും. നമ്മുടെ ജീവിതത്തിൽ നാം എത്രത്തോളം അച്ചടക്കം പാലിക്കുന്നുവോ അത്രത്തോളം നാം ദൈവത്തോടും പ്രകൃതിയോടും അടുക്കുന്നു. ചാണക്യൻ പടുത്തുയർത്തിയ സാമ്രാജ്യത്തിന്റെ രഹസ്യം ഈ അച്ചടക്കമായിരുന്നു. ഈ പാഠം ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും അസാധാരണമായ വിജയം നേടാൻ സാധിക്കും. 3. ജീവജാലങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ. പ്രകൃതിയിലെ ചാണക്യതന്ത്രങ്ങൾ.
പ്രകൃതിയെ ഒരു മഹാവിദ്യാലയമായിട്ടാണ് ആചാര്യ ചാണക്യൻ കണ്ടിരുന്നത്. ദൈവം ഓരോ ജീവജാലത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് അതിജീവനത്തിനായുള്ള പ്രത്യേക തന്ത്രങ്ങൾ നൽകിക്കൊണ്ടാണ്. ഈ പ്രകൃതിസഹജമായ തന്ത്രങ്ങളെ മനുഷ്യന്റെ ബുദ്ധിയുമായി കോർത്തിണക്കിയതാണ് ചാണക്യന്റെ വിജയരഹസ്യം. കൊക്കിന്റെ ഏകാഗ്രത. ശാന്തമായൊഴുകുന്ന പുഴയിൽ ഇരയെ പിടിക്കാൻ ഒരു കൊക്ക് എത്രത്തോളം ക്ഷമയോടെയും ഏകാഗ്രതയോടെയും നിൽക്കുന്നുവോ അതുപോലെ മനുഷ്യൻ തന്റെ ലക്ഷ്യത്തിനായി കാത്തിരിക്കണം. ശരിയായ സമയം വരുമ്പോൾ മാത്രം പ്രവർത്തിക്കണമെന്ന ഈ പാഠം ചാണക്യൻ പ്രകൃതിയിൽ നിന്ന് പകർത്തിയതാണ്. സിംഹത്തിന്റെ വീര്യം. ഒരു സിംഹം തന്റെ ഇര ചെറുതാണോ വലുതാണോ എന്ന് നോക്കാതെ പൂർണ്ണശക്തിയോടെ അതിനെ കീഴടക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ഏത് ചെറിയ കാര്യവും പൂർണ്ണ മനസ്സോടെയും ആവേശത്തോടെയും ചെയ്യണമെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നത് സിംഹത്തിന്റെ ഈ സ്വഭാവത്തെ മാതൃകയാക്കിയാണ്. നായയുടെ വിശ്വസ്തത. ചുറ്റുമുള്ള ലോകത്തോട് എങ്ങനെ വിശ്വസ്തത പുലർത്തണമെന്നും അപകടം തിരിച്ചറിഞ്ഞ് എങ്ങനെ ഉണർന്നു പ്രവർത്തിക്കണമെന്നും നായയിൽ നിന്ന് പഠിക്കണമെന്ന് ചാണക്യൻ പറയുന്നു. വിശ്വസ്തതയും ജാഗ്രതയും ഒരു മനുഷ്യനെ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്ന് അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. കഴുതയുടെ ക്ഷമയും കഠിനാധ്വാനവും. എത്ര കഠിനമായ സാഹചര്യത്തിലും പരാതികളില്ലാതെ ഭാരം ചുമക്കുന്ന കഴുതയിൽ നിന്ന് കഠിനാധ്വാനം പഠിക്കണം. ലക്ഷ്യത്തിലെത്താൻ സാഹചര്യങ്ങൾ പ്രതികൂലമായാലും മുന്നോട്ടു പോകാനുള്ള ഈ ഊർജം ചാണക്യന്റെ തന്ത്രങ്ങളിൽ പ്രധാനമാണ്. സംഗ്രഹം. ദൈവം ഓരോ ജീവിയിലും ഓരോ തന്ത്രങ്ങൾ ഒളിപ്പിച്ചുവെച്ചിട്ടുണ്ട്. ആ വിദ്യകൾ തിരിച്ചറിഞ്ഞ് സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ചാണക്യൻ എന്ന വിശ്വവിഖ്യാതനായ തന്ത്രജ്ഞൻ രൂപപ്പെട്ടത് പ്രകൃതിയിലെ ഇത്തരം നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളെ ആഴത്തിൽ നിരീക്ഷിച്ചുകൊണ്ടാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്ന് ഇത്തരം പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ വിജയത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. 4. പ്രയത്നവും ദൈവഹിതവും. ഭാഗ്യം തേടിയെത്തുന്നവരുടെ രഹസ്യം. ഭാഗ്യം എന്നത് ആകാശത്തുനിന്ന് വീഴുന്ന ഒന്നല്ല, മറിച്ച് അത് കഠിനാധ്വാനത്തിന്റെ വിയർപ്പുതുള്ളികളിൽ നിന്ന് വിരിയുന്ന ഒന്നാണ്. ആചാര്യ ചാണക്യന്റെ ജീവിതം ഈ ഒരൊറ്റ സത്യത്തിനു ചുറ്റുമായിരുന്നു കറങ്ങിയിരുന്നത്. ദൈവവിശ്വാസവും മനുഷ്യന്റെ പ്രയത്നവും എങ്ങനെ പരസ്പരപൂരകങ്ങളാകുന്നു എന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചുകൊടുത്തു. കർമ്മമാണ് ഒന്നാമത്തെ പ്രാർത്ഥന. പലരും പരാജയപ്പെടുമ്പോൾ വിധിയെ പഴിക്കാറുണ്ട്. എന്നാൽ ചാണക്യൻ പഠിപ്പിച്ചത് സ്വയം സഹായിക്കുന്നവരെ മാത്രമേ ദൈവവും സഹായിക്കൂ എന്നാണ്. പ്രാർത്ഥനയേക്കാൾ വലിയ ആരാധന തന്റെ കർത്തവ്യം, ഡ്യൂട്ടി കൃത്യമായി ചെയ്യുക എന്നതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. കർമ്മം ചെയ്യാതെ ഫലം കാത്തിരിക്കുന്നത് വിത്ത് പാകാതെ വിളവെടുക്കാൻ കാത്തിരിക്കുന്നത് പോലെയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രകൃതി നൽകുന്ന അവസരങ്ങൾ. ദൈവം നമുക്ക് മുന്നിൽ അവസരങ്ങൾ ഒരുക്കിത്തരുന്നു. അത് പ്രകൃതിയുടെ നിയമമാണ്. എന്നാൽ ആ അവസരങ്ങളെ തിരിച്ചറിയാനും അവയെ വിജയമാക്കി മാറ്റാനും ചാണക്യനെപ്പോലെയുള്ള തന്ത്രശാലിയായ ഒരു പോരാളിയുടെ ബുദ്ധി വേണം. പ്രകൃതി നമുക്ക് വിത്ത് നൽകുന്നു, പക്ഷേ അത് മണ്ണിൽ നട്ടു പരിപാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. തളരാത്ത ചാണക്യ മനസ്സ്. നന്ദസാമ്രാജ്യത്താൽ അപമാനിതനായപ്പോൾ ചാണക്യൻ ചെയ്തത് തന്റെ വിധിയെ ഓർത്ത് കരയുകയല്ല, മറിച്ച് തന്റെ ലക്ഷ്യത്തിനായി പ്രയത്നിക്കുകയാണ്. ദൈവഹിതം തന്റെ കൂടെയുണ്ടാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു, കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം നീതിക്ക് വേണ്ടിയുള്ളതായിരുന്നു. നീതിയുടെ പാതയിൽ സഞ്ചരിക്കുന്നവന്റെ കൂടെ പ്രകൃതിയും ദൈവവും എപ്പോഴും ഉണ്ടാകും. വിജയത്തിന്റെ ലളിത സമവാക്യം. മനുഷ്യന്റെ അധ്വാനത്തിനുമേൽ ദൈവത്തിന്റെ അനുഗ്രഹം പതിക്കുമ്പോഴാണ് അത് ചരിത്രമാകുന്നത്. ചന്ദ്രഗുപ്തനെന്ന സാധാരണക്കാരനെ ഇന്ത്യയുടെ ചക്രവർത്തിയാക്കി മാറ്റിയത് കേവലം ഭാഗ്യമല്ല, മറിച്ച് ചാണക്യന്റെ തന്ത്രങ്ങളും അവരുടെ നിരന്തരമായ പോരാട്ടവുമാണ്. കൂട്ടുകാരെ, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം ലഭിക്കുന്നില്ലെങ്കിൽ ഓർക്കുക, ദൈവം നിങ്ങളെ കൈവിട്ടതല്ല, മറിച്ച് നിങ്ങളുടെ പ്രയത്നത്തിൽ എവിടെയോ ഒരു കുറവുണ്ട്. പ്രകൃതിയുടെ ഓരോ മാറ്റത്തിലും ദൈവത്തിന്റെ ഓരോ അടയാളത്തിലും നിങ്ങളുടെ വിജയത്തിനുള്ള വഴികളുണ്ട്. അത് കണ്ടെത്താൻ ചാണക്യനെപ്പോലെ ചിന്തിക്കുക, പോരാടുക. 5. ക്ഷമയും സമയവും. പ്രകൃതിയുടെ നിഗൂഢമായ താളം. പൂക്കൾ വിരിയുന്നത് അവയുടെ സമയത്താണ്, കായകൾ കനിയാകുന്നത് പ്രകൃതി നിശ്ചയിച്ച വേളയിലാണ്. ഈ പ്രകൃതി സത്യത്തെ തന്റെ ജീവിതത്തിന്റെ കാതലായി മാറ്റിയ മഹാനായിരുന്നു ആചാര്യ ചാണക്യൻ. ദൈവഹിതവും പ്രകൃതി നിയമവും ഒന്നിക്കുന്ന ആ സുപ്രധാന നിമിഷത്തിനായി കാത്തിരിക്കാനുള്ള ക്ഷമയാണ് ഏതൊരു മനുഷ്യനെയും യഥാർത്ഥ വിജയിയാക്കി മാറ്റുന്നത്. സമയം ഒരു മഹാശക്തിയാണ്. ചാണക്യൻ എപ്പോഴും പറയുമായിരുന്നു, സമയം എല്ലാറ്റിനെയും ഭരിക്കുന്നു. വിധി നമുക്ക് അനുകൂലമല്ലാത്തപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെറുതെയിരിക്കുകയല്ല, മറിച്ച് ക്ഷമയോടെ അടുത്ത അവസരത്തിനായി സ്വയം തയ്യാറെടുക്കുകയാണ്. നന്ദസാമ്രാജ്യത്തെ തകർക്കാൻ അദ്ദേഹം വർഷങ്ങളോളം കാത്തിരുന്നത് ഈ പ്രകൃതി നിയമം മനസ്സിലാക്കിയതുകൊണ്ടാണ്. ദൈവികമായ കാത്തിരിപ്പ്. വിശ്വാസം എന്നത് ദൈവം എല്ലാം തരും എന്ന് വിചാരിച്ചിരിക്കലല്ല, മറിച്ച് ദൈവം നിശ്ചയിച്ച സമയം വരെ തളരാതെ നിലനിൽക്കലാണ്. ഒരു വിത്മണ്ണിൽ കിടന്ന് ഇരുട്ടിനെ അതിജീവിച്ച് മുളച്ചുവരുന്നത് പ്രകൃതിയുടെ അദൃശ്യമായ കൈകളുടെ സഹായത്തോടെയാണ്. അതുപോലെ ജീവിതത്തിലെ പ്രതിസന്ധികളെന്ന ഇരുട്ടിൽ ക്ഷമയോടെ ഇരുന്നാൽ മാത്രമേ വിജയമെന്ന പ്രകാശത്തിലേക്ക് നമുക്കുയരാൻ കഴിയൂ. അവസരങ്ങളുടെ വേലിയേറ്റം. കടലിലെ തിരമാലകൾ പോലെയാണ് അവസരങ്ങൾ. പ്രകൃതി ഓരോരുത്തർക്കും ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട്.
ആ സമയം വരുന്നതുവരെ അച്ചടക്കത്തോടെയും ദൈവത്തിലുള്ള വിശ്വാസത്തോടെയും കാത്തിരിക്കുന്നവനു മാത്രമേ ആ വേലിയേറ്റത്തിൽ ഉയർന്നു പറക്കാൻ കഴിയൂ. തന്റെ ലക്ഷ്യത്തിൽ നിന്ന് അണുവിട മാറാതെ ചാണക്യൻ കാണിച്ച ആ ക്ഷമയാണ് ഇന്നും അദ്ദേഹത്തെ ലോകത്തിന്റെ ഗുരുവാക്കി മാറ്റുന്നത്. വിജയത്തിന്റെ അവസാന പാഠം. ശത്രു എത്ര ശക്തനായാലും കാലം അവനെ ദുർബലനാക്കും. പ്രകൃതിയുടെ ആ നിയമം തിരിച്ചറിഞ്ഞ ചാണക്യൻ പഠിപ്പിക്കുന്നു, വിവേകമുള്ളവൻ ഒരിക്കലും തിടുക്കം കാണിക്കില്ല. ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്. നിങ്ങളുടെ പ്രയത്നം സത്യസന്ധമാണെങ്കിൽ പ്രകൃതി നിശ്ചയിച്ച ആ നിമിഷത്തിൽ വിജയം നിങ്ങളുടെ കാൽക്കൽ വന്നു ചേരും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരാജയങ്ങൾ കണ്ട് മടുത്ത് പിന്തിരിയാൻ നിൽക്കുന്നവരോട് ചാണക്യലോകത്തിന് പറയാനുള്ളത് ഇതാണ്: പ്രകൃതി നിങ്ങളെ പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷയിൽ ക്ഷമയോടെ ജയിച്ചു കയറുന്നവനെയാണ് ദൈവം വിജയത്തിന്റെ കിരീടം അണിയിക്കുന്നത്. ആചാര്യ ചാണക്യൻ കാണിച്ചു തന്ന ഈ പാതയിലൂടെ നമുക്ക് മുന്നേറാം. സുഹൃത്തുക്കളെ, ആചാര്യ ചാണക്യന്റെ ഈ 5 മന്ത്രങ്ങൾ വെറും വാക്കുകളല്ല, മറിച്ച് ആയിരക്കണക്കിന് വർഷത്തെ അനുഭവങ്ങളിൽ നിന്നും പ്രകൃതിയുടെ നിഗൂഢമായ നിയമങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ സത്യങ്ങളാണ്. ഓർക്കുക, നിങ്ങൾ തനിച്ചല്ല. നിങ്ങളുടെ ഓരോ വിയർപ്പുതുള്ളിയിലും പ്രകൃതിയുടെ സാക്ഷ്യമുണ്ട്. നിങ്ങളുടെ ഓരോ ശുദ്ധമായ ചിന്തയിലും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. പ്രതിസന്ധികൾ ഒരു മല പോലെ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നുണ്ടാവാം, എന്നാൽ ആ മലയെ തുരന്ന് വഴിമാറ്റാനുള്ള ബുദ്ധിയും കരുത്തും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് തിരിച്ചറിയാൻ ചാണക്യനെപ്പോലെ ചിന്തിച്ചു തുടങ്ങുക. വിധി നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വിധിയെ തിരുത്തിക്കുറിക്കുന്നവനാണ് യഥാർത്ഥ തന്ത്രജ്ഞൻ. പ്രകൃതിയെ സ്നേഹിക്കുക, കർമ്മത്തിൽ വിശ്വസിക്കുക, വിജയത്തിനായി ക്ഷമയോടെ പോരാടുക. ചരിത്രം നിങ്ങളെയും കാത്തിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ചാണക്യന്റെ ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വിഷയവുമായി, പുതിയൊരു തന്ത്രവുമായി ചാണക്യലോകം വീണ്ടും വരും. അതുവരെ പോരാട്ടം തുടരുക. നന്ദി, നമസ്കാരം.